നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മാർച്ച് മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രം എന്ന് പറയുമ്പോൾ ചതയ നക്ഷത്രം വരുന്ന കുംഭക്കൂറിലാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന എന്തെങ്കിലും ബാധ്യതകളോ പ്രശ്നങ്ങളോ കൊണ്ട് നാട് വിട്ടു പോയാലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ടെൻഷൻ കുടുംബത്തിൽ നിൽക്കുമ്പം അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യതയാണുള്ളത്. വ്യാഴപ്പഴമുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രം നെയ്വിളക്കും ഭാഗ്യസ്വക്താർച്ചനയും നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരികയുള്ളൂ. അതുപോലെ തന്നെയാണ് 5-ാം ഭാവത്തിൽ കർമാധിപതി 5-ലാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. മക്കളെ സംബന്ധിച്ച് മക്കൾക്ക് വിദേശ യോഗം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ മക്കളെ വിദേശത്ത് വിടാനായിട്ട് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ നിപുണായോഗമുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. ഉച്ചബലവാനായിട്ടാണ് 4-ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ രക്ഷാസ്ഥാനത്തെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ബലവാനായി നിൽക്കുന്ന ശുക്രൻ 2-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും. പക്ഷേ അവിടെ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവും സൂര്യനും നിൽക്കുന്നത് കൊണ്ട് എടുത്തിയാടി സംസാരിക്കുന്ന സ്വഭാവം ചില സമയത്ത് ഉണ്ടാകുക, ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കും യോഗമുണ്ട്. പാപയോഗം വന്നു എന്ന് പറയുന്നൊരവസ്ഥ 2-ാം ഭാവത്തിലായത് കാരണം കൊണ്ടാണ്. അതുപോലെ നടുവേദന പോലെയുള്ള രോഗങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. ഇപ്പോൾ നടുവേദന ഇടയ്ക്കിടയ്ക്ക് കൂടിയും കുറഞ്ഞുണ്ടാകുന്ന രീതിയിലുള്ള നടുവേദനയ്ക്ക് യോഗമുണ്ട്. അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ പോലും പൊതുവെ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ശശമഹായോഗമുണ്ട്. അതേപോലെ തന്നെ കർമ്മസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ദൃഷ്ടിയുണ്ട്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാൻ ഇടവരുമെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ അനുകൂലമായിരിക്കുന്ന ഗുണം, തൊഴിലിലെ അഭിവൃദ്ധി, ഉയർച്ച എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടിയുണ്ട്. പക്ഷേ വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം. ദൈവാധീനം വർദ്ധിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ളത്. വിവാഹ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം വന്ന് ചേരാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ തുടങ്ങി വയ്ക്കാനായിട്ട് യോഗമുണ്ട്. ഈ പ്രേമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു യോഗം കൂടി ഉണ്ട്. അത് കാരണം കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ പേരുദോഷം കേൾക്കുക, അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള സമയമാണെന്ന് മനസ്സിലാക്കണം. അത് കാരണം വളരെ ശ്രദ്ധിച്ച് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. വാഹനമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ, 2 വീലർ യാത്രകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ഈ മാസം വലിയ ദോഷം ചെയ്യില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.